നമ്മൾ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ നിന്നും 150 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ലക്ഷ്യസ്ഥാനമായ കുലശേഖര പട്ടണത്തിലേക്ക് എത്താൻ. തിരുവനന്തപുരം നാഗർകോവിൽ വഴി കന്യാകുമാരി ജില്ലയിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. മുഴുവൻ കടലോര ഗ്രാമം ചേർന്ന് കിടക്കുന്ന പാതയിലൂടെയാണ് നാം ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. പാണ്ഡ്യ ഭരണാധികാരിയായിരുന്ന മാരവർമ്മൻ കുലശേഖര പാണ്ഡ്യൻ ഒന്നാമനിൽ നിന്നാണ് കുലശേഖര പട്ടണം എന്ന പേര് ലഭിച്ചത്. 1250 മാർക്കോ പോളോയുടെ യാത്രാ ഡയറികളിൽ കുലശേഖര പട്ടണം പരാമർശിക്കപ്പെടുന്നു. മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പ്രസിദ്ധമായ മുത്താരമ്മൻ ക്ഷേത്രം ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഈ ഗ്രാമത്തിൻ്റെ വടക്ക് ഭാഗത്ത് ധർമ്മസംവർദ്ധിനിയുടെ ഒരു പുരാതന അത്ഭുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കുലശേഖര പട്ടണം ദസറ ഉത്സവത്തിന് ലോക പ്രശസ്തമാണ്. മാരവർമ്മൻ കുലശേഖരൻ രാജാവിൻ്റെ ഭരണകാലത്ത് തുറമുഖ നഗരത്തിൽ സ്ഥാപിച്ച 300 വർഷത്തോളം പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് കുലസൈ മുത്താരമ്മൻ ദേവീക്ഷേത്രം. ദേവതകൾ ഗ്രാമത്തെയും ഇവിടുത്തെ ആളുകളെയും കാക്കുന്നുവെന്നും അവരുടെ പ്രയാസങ്ങളിൽ തൻ്റെ ഭക്തരെ സഹായിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ആവണി മാസത്തിൽ ആഘോഷിക്കുന്ന ദസറ ഉത്സവം മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാണ്. മറ്റിടങ്ങളിൽ ആഘോഷിക്കുന്ന 9 ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് 12 ദിവസത്തെ ആഘോഷമാണ്. പ്രൗഢിയോടെ മുത്താരമ്മൻ ദേവിയെ ഈ ദിവസങ്ങളിൽ വ്യത്യസ്ത വേഷത്തിൽ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. പുരാതനമായ ഒരു ആചാരം പിന്തുടർന്ന് ഭക്തർ കാളി, രാജാക്കന്മാർ, കുരങ്ങന്മാർ, ഭിക്ഷാടകർ തുടങ്ങി വിവിധ സ്വർഗീയ രൂപങ്ങളിൽ വേഷം മാറി ഭിക്ഷ യാചിക്കാൻ നേർച്ച ചെയ്യുന്നു. ശേഖരിക്കുന്ന പണം മുത്താരമ്മൻ ദേവിക്ക് സമർപ്പിക്കുന്നു. ഭക്തർ 41 ദിവസം തുടർച്ചയായി വ്രതം ആചരിക്കുന്നു. ദസറയിൽ അവർ ദേവനെപ്പോലെയും ദേവിയെപ്പോലെയും വസ്ത്രം ധരിക്കുന്നു. അവർ എല്ലാ തലങ്ങളിലും പരിശുദ്ധി നിലനിർത്തും. ശരീരം, മനസ്സ്, ആത്മാവ്. കാളി ദേവിയെ ചിത്രീകരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. ഭക്തർക്ക് ഇത് കേവലം വർണ്ണാഭമായ ആഘോഷം മാത്രമല്ല, തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിന് ദേവിയോട് നന്ദി പറയാനുള്ള ഗൗരവമേറിയ അവസരമായി. ഏകദേശം 5 വർഷം മുൻപ് വരെ
1 മുതൽ 12 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരും പെൺകുട്ടികളും അല്ലെങ്കിൽ 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും മാത്രമേ വസ്ത്രം ധരിച്ച് ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കൂ. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള മറ്റ് യാഥാസ്ഥിതിക ക്ഷേത്രങ്ങളിലെ ക്ഷേത്രോത്സവങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അനുമതി ലഭിച്ചതോടെ കുലശേഖര പട്ടണത്തിലെ ആഘോഷങ്ങളിലും അവർ വേഷവിധാനങ്ങൾ അണിയാൻ തുടങ്ങി. ഉത്സവത്തിൻ്റെ അവസാന ദിവസം അർദ്ധരാത്രിയിൽ കുലശേഖര പട്ടണം തീരത്ത് മഹിഷാസുരമർദിനി ദേവി സിംഹത്തിൻ്റെ പുറത്ത് കയറി മഹിഷാസുരനെ വധിക്കുന്ന ഇതിഹാസ കഥയാണ് ചിത്രീകരിക്കുന്നത്. ഇത് ശൂരസംഹാരം എന്നറിയപ്പെടുന്നു. തുടർന്ന് നൃത്തനൃത്യങ്ങളും പടക്കം പൊട്ടിക്കലും നടക്കും. വിജയദശമി എന്ന ആഘോഷത്തിൻ്റെ പര്യവസാനമാണിത്. ധർമ്മത്തെ പിഴുതെറിയുന്ന അധർമ്മത്തെ പ്രതീകപ്പെടുത്തുന്നു.